നമുക്ക് ചിത്രങ്ങൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു കാർഷിക മേഖലയാണ്, വാഴകൃഷി അടക്കമുള്ള മേഖലയാണ്. അവിടെ അതിൻ്റെ എതിർവശത്താണ് തേയിലത്തോട്ടം, അതിന് മുകളിലേക്ക് വനമേഖല. അങ്ങനെ വലിയ തരത്തിൽ ഈ കടുവയ്ക്ക് ഒളിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട്. പക്ഷേ ഏതായാലും ആശ്വാസമാകുന്നത് നിലവിൽ കടുവ ആ സ്ഥലം വിട്ടുപോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് 2 ദിവസത്തെ തെരച്ചിലിനൊടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ജോഷ്ല സൂചിപ്പിച്ചതുപോലെ തന്നെ നിരീക്ഷണ ക്യാമറകളിൽ കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കാനും കഴിയുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ ഉന്നതല യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് കടുവയെ പിടികൂടുന്നതിന് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുക. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ദൗത്യ സംഘം RRT 8 പേരടങ്ങുന്ന 10 സംഘങ്ങൾ 80 പേർ അങ്ങനെ വിവിധ മേഖലകളിൽ തെരച്ചിൽ ശക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വെറ്റിനറി സർജൻ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി വിദഗ്ധന്മാർ മറ്റൊരു മേഖലയിൽ ഇപ്പോൾ കുങ്കിയാനെ കൂടി കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാവിധ സംവിധാനങ്ങളും സർക്കാർ വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം ആകുന്നു എന്ന് തന്നെ പറയാം. നിലവിൽ ഏതായാലും ഈ താരാട്ട് മേഖലയിൽ നടക്കുന്ന തെരച്ചിലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ കുങ്കിയാനെ അവിടേക്ക് തന്നെ കൊണ്ടുവന്നത് ആ പ്രദേശത്ത് കടുവയെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കാം. ജോഷ്ല, തീർച്ചയായും സിജു, ഇപ്പോൾ കുങ്കിയാനയെ ഇവിടേക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള തറാട്ടിലെ വനമേഖലയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാവിലെ തന്നെ DFO പറഞ്ഞതാണ് ഇന്ന് എങ്ങനെയായാലും ഏത് വിധേനയും കടുവയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുള്ളത് തന്നെയാണ്. അതിനായി നൂതന സാങ്കേതിക വിദ്യകളടക്കം കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ RRT സംഘത്തിന് സാധിച്ചു എന്നുള്ളതാണ്. 10 ടീമുകളായി ഇന്ന് വിന്യസിച്ചിരുന്നു. പല ഭാഗങ്ങളിലായി ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളിലായി 10 സംഘത്തെ നിയോഗിച്ചിരുന്നു. 8 അംഗ സംഘത്തെയാണ് നിയോഗിച്ചത്. അതിൽ ഒരു സംഘത്തിൻ്റെ തറാട്ട് മേഖലയിൽ വിന്യസിച്ച സംഘത്തെയാണ് കടുവ ആക്രമിച്ചിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ തന്നെ കടുവ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ള വിവരം വനപാലകർക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളോട് പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ കുങ്കിയാനകളെ കൊണ്ടുവന്ന അവസരത്തിൽ ആളുകളിൽ പലരും ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലീസ് കർശനമായ നിർദ്ദേശം നൽകുകയാണ്. കാരണം വലിയ പ്രശ്നമാണ്. ഒന്നാമത് കടുവയാണ്. കടുവയെ ലൊക്കേറ്റ് ചെയ്യുക എന്നത് തന്നെ വലിയ ശ്രമകരമായ കാര്യമാണ്. ആളുകളുടെ സാന്നിധ്യം അത് വലിയ പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തിറങ്ങരുത്, വീടിന് പുറത്തിറങ്ങരുത് എന്നുള്ള കർശനമായ നിർദ്ദേശവും പോലീസും വനപാലകരും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. കുങ്കിയാന വിക്രത്തെ ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. അല്പസമയത്തിന് കാടടക്കിയുള്ള തെരച്ചിൽ തന്നെയായിരുന്നു ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തറാട്ടിൻ്റെ വനപ്രദേശങ്ങളാകെ തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കടുവയെ കണ്ടയുടൻ തന്നെ വെടിവെച്ച് കൊല്ലാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കടുവ കൂട്ടിലേക്ക് കയറാൻ സാധ്യതയില്ല. ഈ ഒരു സാഹചര്യത്തിൽ കടുവ RRT ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കുങ്കിയാനയെ പുറത്തിറക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കുങ്കിയാന വിക്രത്തെ അവിടേക്ക് ഇറക്കും. കുങ്കിയാനയെ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലിനാണിപ്പോൾ ദൗത്യസംഘം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഏതായാലും രാവിലെയാണ് RRT സംഘാംഗമായ ജയസൂര്യയ്ക്ക് കടുവയെ തെരയുന്നതിനിടെ പരിക്കേറ്റത്. ജയസൂര്യയുടെ കൈക്ക് ചെറിയ പരിക്കാണ്, സാരമല്ലാത്ത പരിക്കാണ് ഏറ്റതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ജയസൂര്യയെ മാനന്തവാടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ തന്നെ വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ചേർന്ന ഉന്നത യോഗത്തിൻ്റെ തീരുമാനങ്ങൾ എടുത്തു. മുഖ്യമന്ത്രി കൂടി ഓൺലൈനായി യോഗത്തിൽ പങ്കുചേരുകയും ചെയ്തു. എല്ലാവിധ സംവിധാനങ്ങളും കടുവയെ പിടികൂടുന്നതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴും ഉന്നതല യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 12:30 AK ശശീന്ദ്രൻ ഉന്നതല യോഗത്തെക്കുറിച്ച് ഒപ്പം തന്നെ കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ കുങ്കിയാന വിക്രത്തെ പഞ്ചാരക്കൊല്ലിക്ക് സമീപമുള്ള തറാട്ടിൽ എത്തിച്ചിട്ടുണ്ട്. കുങ്കിയാനയെ പുറത്തിറക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ജയസൂര്യയ്ക്ക് പരിക്കേറ്റത്. രാവിലെ നിലവിൽ 10 അംഗ സംഘം 8 പേർ അടങ്ങുന്ന 10 അംഗ സംഘം RRT സംഘം അവിടെ പരിശോധന നടത്തുന്നുണ്ട്. നിലവിൽ പഞ്ചാരക്കൊല്ലിക്ക് സമീപമുള്ള തറാട്ട് എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ആണ് ജയസൂര്യയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഏതായാലും ഈ കടുവ ഈ മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ള ഏറെക്കുറെ സൂചനകൾ, സ്ഥിരീകരണങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്കാണ് ഇപ്പോൾ കുങ്കിയാന വിക്രത്തെ കൊണ്ട് ഇറക്കിയിരിക്കുകയും ചെയ്യുന്നത്. ജനങ്ങളെ പോലും മാധ്യമപ്രവർത്തകരെ പോലും ഇപ്പോൾ ആ പ്രദേശത്തേക്ക് കയറ്റി വിടുന്നില്ല. അവിടെ നിലവിൽ RRT സംഘത്തിനും അതോടൊപ്പം തന്നെ മറ്റ് വനം വകുപ്പ്
ജീവനക്കാർക്കും പോലീസിനും മാത്രമാണ് പ്രവേശനമുള്ളത്. അവിടെ ഭൂമിശാസ്ത്രപരമായി തന്നെ ഒരു വശത്ത് പ്രിയദർശിനി പ്ലാന്റേഷൻസിൻ്റെ തേയിലത്തോട്ടം, മറുവശത്ത് വാഴക്കൃഷി അടക്കമുള്ള കൃഷി മേഖല, അതിനു മുകളിലായി വനമേഖല. ഈ പ്രദേശത്ത് തന്നെ, അതായത് ഒരുപക്ഷെ ഈ കടുവ എവിടെ നിന്നാണ് എത്തിയാണ്, വയനാട് മേഖലയിൽ തന്നെയുള്ള കടുവയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കർണാടക വനത്തിൽ നിന്ന് വന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. ഏതായാലും കടുവ വലിയ തരത്തിൽ ആക്രമണ ഭീതി, നരഭോജി കടുവ എന്നുള്ള അർത്ഥത്തിൽ തന്നെ മാറിയത് കൊണ്ട് ആ രാധ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തി കൊന്നതിനെ തുടർന്നാണ് വലിയ തരത്തിലുള്ള പരിശോധനയും നാട്ടുകാരുടെ പ്രതിഷേധവും ആ മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും വലിയ തരത്തിലുള്ള പരിശോധന, തെരച്ചിൽ അതിൻ്റെ ഭാഗമായി നടക്കുന്നു. കടുവയെ വെടിവെക്കുക എന്ന തീരുമാനവുമായി തന്നെയാണ് ദൗത്യസംഘം മുന്നോട്ട് പോകുന്നത്. ജോഷില ഒരിക്കൽ കൂടി ചേരുന്നു. ജോഷില, ഇപ്പോൾ വിക്രത്തെ പുറത്തേക്ക് ഇറക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടിയിൽ നിന്നെത്തിച്ച കുങ്കിയാന വിക്രം ഇപ്പോൾ ലോറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി കുങ്കിയാനയായ വിക്രവും ഒരുമിച്ചുള്ള തെരച്ചിലാണ് നടത്താൻ പോകുന്നത്. ജോഷില, കുങ്കിയാന വിക്രമിനെ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. അല്പസമയത്തിനകം അതിനെ നടത്തിച്ച് കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് തറാട്ട് വനമേഖലയിലേക്ക് കുങ്കിയാനയെ നടത്തിച്ചുകൊണ്ട് വിക്രം ഇറങ്ങിക്കഴിഞ്ഞു. വിക്രം ഇപ്പോൾ തറാട്ട് വനമേഖലയിലേക്ക് പുറപ്പെടുകയാണ്. ജോഷില ആണ് തറാട്ട് മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുങ്കിയാന, ചാലക്കുടിയിൽ നിന്ന് കൊണ്ടുവന്ന കുങ്കിയാന വിക്രം ഇപ്പോൾ തെരച്ചിലിന്റെ ഭാഗമായി ചേർന്നിരിക്കുകയാണ്. കുങ്കിയാനയുമായി ഇനിയിപ്പോൾ തറാട്ട് മേഖലയിൽ പ്രിയദർശിനി പ്ലാന്റേഷന്റെ തേയിലത്തോട്ടത്തിൽ വനമേഖലയിലടക്കം തെരച്ചിലിന് ആനയും കൂടി ഉപയോഗിക്കുന്നു, കുങ്കിയാനയെ കൂടി ഉപയോഗിക്കുന്നു. അതിൻ്റെ തത്സമയ കുങ്കിയാന വിക്രത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്, തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തെരച്ചിൽ കൂടുതൽ ഊർജിതമാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, തറാട്ട് മേഖലയിൽ തന്നെ, അതിൻ്റെ പരിസരത്ത് തന്നെ 2, 3, 4 കിലോമീറ്റർ ചുറ്റളവിൽ കടുവ ഉണ്ടാകാം എന്നുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കുങ്കിയാന വിക്രം കൂടി ദൗത്യസംഘത്തിൻ്റെ തെരച്ചിലിൻ്റെ ഭാഗമായി എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ വിവരങ്ങളാണ് ജോഷില നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഉന്നത യോഗം അടക്കം നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ തരത്തിലുള്ള ഒരു തെരച്ചിൽ ആണ് തറാട്ട് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്.